ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് അമിനോ ആസിഡാണ്. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടികളൊക്കെ വേഗം പൂക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. അപ്പോൾ നമുക്കത് എത്ര എടുക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കോഴിമുട്ട, നല്ല നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ പ്രോട്ടീനൊക്കെ ഉള്ളത് നാടൻ മുട്ടയിലാണ്. ഔഷധ ഗുണങ്ങളെല്ലാം കൂടുതൽ ഉള്ളത് നാടൻ മുട്ടയിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാടൻ മുട്ട തന്നെ എടുക്കണം. അപ്പോൾ ഈ നാടൻ മുട്ട 10 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീരാണ് ഈ ബൗളിലുള്ളത്. ചെറുനാരങ്ങ നീര്. ഇതിന് വേണ്ടി ഈ 10 മുട്ടയ്ക്ക് ഏകദേശം ഞാനൊരു 1 കിലോ ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അറിയില്ല അതിന് എന്തുമാത്രം വേണം, കൃത്യമായിട്ടുള്ള ഒരു അളവ് കണക്കാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട ഈ ചെറുനാരങ്ങ നീരിൽ മുങ്ങിക്കിടക്കണം. അത്രമാത്രം ചെറുനാരങ്ങ നീര് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഈ മുട്ടകളൊക്കെ ഇനി ഈ കുപ്പിക്കകത്തേക്ക് അടുക്കി വെക്കാം. എപ്പോഴും ചില്ല് കുപ്പി വേണം കേട്ടോ, പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും പാടില്ല. ചില്ല് കുപ്പിയിൽ തന്നെ നല്ല എയർ ടൈറ്റായിട്ട് നമ്മളിത് അടച്ചു വെക്കണം. ഇതാ 10 മുട്ട, നാടൻ കോഴിയുടെ 10 മുട്ട ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ചെറുനാരങ്ങ നീരൊഴിക്കാം. നോക്കിക്കേ, കണ്ടില്ലേ? ഇപ്പോൾ ചെറുനാരങ്ങ നീര് ഈ മുട്ട 10 മുട്ടയും മുങ്ങിക്കിടക്കുന്ന അത്ര ചെറുനാരങ്ങ നീര് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോയ്ക്ക് മേലെ ചെറുനാരങ്ങ നീരുണ്ട്. 10 കോഴിമുട്ട. എനിക്ക് ഇത്രയും വേണം. 5 എൻ്റെ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് 5 മുട്ട വെച്ചും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും. എല്ലാതും ഇപ്പോൾ ചെറുനാരങ്ങയായാലും പകുതി മതി. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ച് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ചില്ല് കുപ്പിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില്ല് കുപ്പിയിൽ തന്നെയാണ് നമ്മളിത് എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കേണ്ടത്. ഇനി എയർ ടൈറ്റായിട്ട് ഇത് അടച്ചു വെച്ച് 10 ദിവസം നമ്മളിത് അനക്കാതെ ഒരു ഭാഗത്ത് വെക്കാം. വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കേണ്ട, ഇത്തിരി തണലുള്ള ഭാഗത്ത് കിച്ചണിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചാലും മതി. നന്നായി എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് ഞാനിതിനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇത് ശരിക്കും എടുത്ത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഏതുവരെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങളും എല്ലാം പറഞ്ഞു തരാം. ദേ കണ്ടല്ലോ, 10 ദിവസത്തിന് ശേഷം ഞാൻ ഈ ചില്ലുകുപ്പി എടുത്തു. അപ്പോൾ ഈ ചില്ലുകുപ്പിയിൽ ഇതിലത്തെ മുട്ടയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടഞ്ഞ് ഒക്കെ പാകപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലും ഒന്നതിനെ റെഡിയാക്കി എടുക്കണം. അതിനൊരു മരത്തിന്റെ തവി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉടച്ച് റെഡിയാക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി തിരുമ്പി റെഡിയാക്കണം. തുറന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതിനൊരു ചീത്ത സ്മെല്ലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെടിക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൂക്ഷ്മ മൂലകങ്ങൾ, സൂക്ഷ്മജീവികൾ എല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഫ്ലവർ ചെയ്യും, നല്ല കായ്ഫലം ഉണ്ടാകും, നിറയെ പെൺപൂക്കൾ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിറയെ പെൺപൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുമൂലം നിറയെ പെൺപൂക്കൾ ഉണ്ടാവും, നേരത്തെ അത് ഫ്ലവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിറയെ കായ്കൾ ഉണ്ടാവും. ഈ കായ്കളൊക്കെ നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഉടച്ച് റെഡിയാക്കാൻ പോവുകയാണ്. എനിക്ക് തീരെ സുഖമില്ല. ഇന്ന് എൻ്റെ തോട്ടത്തിലെ തേനീച്ച പരാഗണത്തിന് വേണ്ടി തേനീച്ച പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തേനെടുക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിൽ മുഖത്ത് കുറെ കുത്തുകളൊക്കെ കിട്ടിയത് ഇവിടെ ഒക്കെ കുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നിത് ചെയ്ത് കാണിച്ചു ചെയ്യും വേണം എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ എന്താന്നൊക്കെ പറഞ്ഞു തരണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ. തീരെ സുഖമല്ല എനിക്ക്, നല്ല വേദനയും കടച്ചിലൊക്കെ ഉണ്ട്.
അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് റെഡിയാക്കാം. തൊണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന തൊണ്ടൊക്കെ അറിയാലോ. 10 മുട്ടയാണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. അത് മൂടാനുള്ള അത്രയ്ക്കും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മണം കാരണം കീടങ്ങളൊക്കെ അകറ്റും. നമ്മൾ ജൈവ കർഷകർ, അതായത് ജൈവ കൃഷിയിലെ കീടങ്ങളെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, കീടങ്ങളെ അകറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പുറത്തെ പരിസ്ഥിതിയിൽ മിത്രകീടങ്ങൾ ഉണ്ടാവും. ഈ മിത്രകീടങ്ങൾ ശത്രുകീടങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും രാസകീടനാശിനികൾ ഉപയോഗിക്കരുത്. രാസകീടനാശിനികൾ ഉപയോഗിച്ചാൽ നമുക്ക് മിത്രകീടങ്ങളെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മിത്രകീടങ്ങളാണ് ശത്രുകീടങ്ങളെ നശിപ്പിക്കുന്നതെന്ന് അറിയാലോ. കീടനാശിനികൾ ഉപയോഗിച്ചാൽ മിത്രകീടങ്ങൾ നശിച്ചു പോവും, ശത്രുകീടങ്ങളും നശിച്ചു പോകും. നമുക്ക് മിത്രകീടങ്ങളെ ആവശ്യമുണ്ട്. ഇതിന്റെ സ്മെല്ല് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പൊ അത് അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ഈ കീടങ്ങളൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക്, അതായത് ചെടികളുടെ അടുത്തേക്ക് വരാതിരിക്കും. അതിനൊക്കെ അകറ്റി നിർത്തും. മിത്രകീടങ്ങൾ നമുക്ക് ആവശ്യമുണ്ടല്ലേ, പരാഗണം നടത്താനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ഓൾമോസ്റ്റ് എല്ലാം ഇതിൽ ഡൈലൂട്ട് ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് 250 ഗ്രാം ശർക്കര പൊടിച്ചതാണ് ഇതിൽ ചേർക്കേണ്ടത്. അത് ഞാനിപ്പോൾ ചേർക്കാം. ശർക്കര ചേർക്കാം കേട്ടോ. ഇത് ശർക്കര പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അത് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പൊ അറിയാലോ, 10 കോഴിമുട്ട, 250 ഗ്രാം ശർക്കര, ഈ മുട്ട മൂടി കിടക്കാനുള്ള അത്ര ചെറുനാരങ്ങ നീര്. അപ്പൊ നമ്മളിതിൽ ശർക്കര ചേർത്തു. ഇതിനെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മരത്തിന്റെ വടി കൊണ്ടാണ് ഇളക്കുന്നത്. ഇതിങ്ങനെ നല്ല പോലെ ശർക്കര നന്നായി ഇതിൽ അലിയണം. അപ്പൊ അതുവരയ്ക്കും നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ ആയിട്ടുണ്ട് എഗ് അമിനോ ആസിഡ്. ഇനി 10 ദിവസം കൂടി ഇതുപോലെ വെക്കണം. 21ാം ദിവസം തൊട്ട് നമുക്കിത് അരിച്ച് ചെടികളിൽ സ്പ്രേ ചെയ്യാനായിട്ട് എടുക്കാം. ഇനി നമുക്കൊരു ക്ഷമയോടുകൂടി 10 ദിവസം കൂടി കാത്തിരിക്കാം. നാളെ ഇത് ചെയ്യാന്ന് വെച്ചാൽ ഇതെന്റെ സമയം കഴിയും. മാത്രമല്ല എൻ്റെ കണ്ണ് ചിലപ്പോൾ നാളേക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലോ എന്നുള്ള ഒരു ഭയം എൻ്റെ ഉള്ളില്. ഇപ്പൊ നല്ല ചന്തണ്ട് കാണാനല്ലേ. അപ്പൊ നമ്മുടെ എഗ് അമിനോ ആസിഡ് റെഡി ആയിട്ടുണ്ട്. ഇന്നേക്ക് 21ാമത്തെ ദിവസമായി. അപ്പൊ നമുക്കിതിനൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അരിച്ചെടുക്കാം. ഈ മുട്ടയിൽ പ്രോട്ടീൻ ആണല്ലോ കൂടുതൽ. ഇത് നൈട്രജനെയാണ് കൂടുതൽ കൊടുക്കുക, മറ്റു മൂലകങ്ങളും. ഞാനിതിൻ്റെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു സസ്യമൂലകമാണ് നൈട്രജൻ. മണ്ണിൽ ഏറ്റവും കൂടുതൽ ചലനമുള്ള മൂലകവും കൂടിയാണ് നൈട്രജൻ. ഇത് ഫുള്ള് അരിച്ചെടുത്തു. അപ്പോൾ എഗ് അമിനോ ആസിഡ് റെഡിയാണ്. നമുക്കിതിനെ ഈ കുപ്പിയിലാക്കി അടച്ചു വെച്ച് സൂക്ഷിക്കുക. ഒരു 5 ml
1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായി കലക്കിയതിന് ശേഷം എല്ലാ ചെടികളിലും പൂക്കാരായ ചെടികളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ വെള്ളം നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് കടക്കിലും ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നല്ലത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. അപ്പോൾ നമ്മുടെ എഗ് അമിനോ ആസിഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നാൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. ഇത് നിറയെ ചെടികൾ പൂക്കുന്ന സമയത്ത് ഒരു 4 ml 5 ml എടുത്ത് നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ എന്നിട്ട് സ്പ്രേ ചെയ്യാം. അപ്പം നിറയെ പൂക്കൾ ഉണ്ടാകും. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.